Friends, welcome to the channel. അപ്പോൾ നമ്മുടെ ഈ സെയിൽസിൽ എന്താ പറയാ ആമസോണിന്റെ പ്രൈം ഡേ സെയിൽസിൽ വന്നിരിക്കുന്ന ഒരു മെയിൻ സ്മാർട്ട് ഫോൺ ഓഫറാണ് നമ്മുടെ സാംസങ്ങിന്റെ S25 അൾട്ര. അപ്പോൾ ഇത് വാങ്ങിക്കണമെന്നാണ് കുറേ പേര് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഡീൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ആമസോണിന്റെ പ്രൈം ഡേയിൽ നമ്മളൊരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ S25 അൾട്ര നമുക്ക് 84,999 ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്നാണ് നമ്മൾ കുറേ പേര്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു S24 അൾട്രാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ പോകണ്ട. അല്ലാത്ത പക്ഷേ ഇപ്പോൾ S23 അൾട്ര അല്ലെങ്കിൽ S22 അൾട്രാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വേറെ അതിനകത്ത് താഴ്ന്ന ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ എന്തായാലും കൺസിഡർ ചെയ്യാം. എന്താ വെച്ചാൽ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് S24 അൾട്ര ആയിട്ടും S24 അൾട്ര ടു S22 അൾട്ര എന്ന് പറയുന്നത് S25 അൾട്ര എന്ന് പറയുന്ന ഡിഫറൻസ് പറയുമ്പോൾ ഭയങ്കര മൈന്യൂട്ടാണ്. നമ്മുടെ അൾട്ര വൈഡ് ലെൻസ് 50 മെഗാ പിക്സൽ ആക്കി 12 അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ സൈസ് 6.9 ഇഞ്ച് ആക്കി, വെയിറ്റ് കുറച്ചു. അതുപോലെ തന്നെ അവർ ഡിസൈൻ ചെറുതായിട്ട് നമ്മുടെ സാധാരണ അവരെ സീരീസിൻ്റെ ഡിസൈൻ പോലെയൊക്കെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ നമ്മുടെ പെന്നിൻ്റെ ബ്ലൂടൂത്തിൻ്റെ സാധനം എടുത്ത് കളഞ്ഞു. അങ്ങനെ കുറച്ച് ഡൗൺഗ്രേഡ് വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. പിന്നെ വെയിറ്റ് കുറച്ചു, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷെ അത് നിങ്ങൾ ഓൾറെഡി ഒരു S24 അൾട്ര ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ശരിക്കും അപ്ഗ്രേഡ് അല്ല. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ചുമ്മാ വേറെ അത് പുതിയ ഫോണിൻ്റെ പൈസ കൊടുക്കണ്ട. പക്ഷെ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു നല്ലൊരു ബെറ്റർ ഡീൽ തന്നെ വേണമെങ്കിൽ പറയട്ടെ. S24 അൾട്രേൻ്റെ ഇപ്പോൾ മെയിൻ സെൻസർ എന്നൊക്കെ പറയുന്നത് 200 മെഗാ പിക്സലിൻ്റെ വലിയ കുഴപ്പമില്ലാത്ത സാധനമാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ വൺ യു ഐ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് എന്താ പറയുക ആൻഡ്രോയിഡ് UI എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. പിന്നെ എക്സാമ്പിളായിട്ട് നമ്മുടെ ഓക്സിജൻ വോയിസ് ആയിട്ടൊക്കെ നമ്മുടെ നിൽക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ഓക്സിജൻ വോയിസ് ആയിട്ടും കുറച്ചുകൂടി ഇഷ്ടം വൺ യു ഐ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും എനിക്ക് വൺ ഓഫ് ദ ഹൈലൈറ്റ് ആണ്. പിന്നെ എല്ലാ മാസം കറക്റ്റായിട്ട് അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയിക്കുമ്പോൾ നമ്മുടെ സാംസങ് വാലറ്റ്, സാംസങ് നോക്സ് പ്രൊട്ടക്ഷൻ, അങ്ങനെ കുറേ അത്യാവശ്യം കുഴപ്പം. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ പ്രൈമറി ഫോണായിട്ട് സാംസങ് ഉപയോഗിക്കുന്നത്. എൻ്റെ 4-5 ഫോൺ വേറെയുണ്ട് മിക്ക എല്ലാ ബ്രാൻഡുകളിലും, ഐഫോൺ ഒഴിച്ച്. അപ്പോൾ അതൊന്നും ഞാൻ എൻ്റെ സെക്കൻഡറിയും അതുപോലെ ഓഫീസ് ഫോണൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് അത് ബാക്കിയുള്ള ഫോണുകളാണ്. നമ്മൾ പുതിയത് വാങ്ങിക്കുമ്പോഴും ഞാൻ മാറ്റുന്നത് സെക്കൻഡറി തേർഡായിട്ട് ഉപയോഗിക്കുന്ന ഫോണുകളാണ്. ഞാൻ പ്രൈമറി ഫോൺ മാറ്റാറില്ല. എന്ന് വെച്ചാൽ ബാങ്ക് ആപ്സുകളും എല്ലാ സംഭവങ്ങളും എൻ്റെ പ്രൈമറി സിമ്മൊക്കെ ഇതില്ല, ഈ സിമ്മൊക്കെ അപ്പോൾ മാറ്റാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ നോക്ക് പ്രൊട്ടക്ഷൻ അത്യാവശ്യം നല്ലൊരു നോക്ക് പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റാത്തത്. പിന്നെ സാംസങ് വാലറ്റ് ഫീച്ചർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി സാംസങ് ഒരു ഇപ്പോൾ സാംസങ് ഇടിവട്ടാന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. പക്ഷേ അതിന് കുറച്ച് ബെനിഫിറ്റ്സുകളുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ വേറെ സർവീസൊക്കെ ഇപ്പോൾ അത്യാവശ്യം ശോകം തന്നെയാണ്. പണ്ടൊക്കെ അത്യാവശ്യം നല്ലായിരുന്നു, ഇപ്പോൾ ശോകം തന്നെയാണ്. വിവോ ആണ് ഏറ്റവും സൂപ്പർ. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ വിവോ ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ സെക്കൻഡറി അല്ല, ഇതിപ്പോൾ എൻ്റെ ഓഫീസ് ഫോണാണ്. സെക്കൻഡറി നമ്മുടെ ഇപ്പോൾ ഞാൻ എക്സ്നാനോ ഉപയോഗിക്കുന്നത്. കുറച്ച് കാലം ഇതായിരുന്നു, ഞാൻ ഷിഫ്റ്റ് ചെയ്ത് മാറ്റി കളിച്ചപ്പോൾ ഞാൻ നത്തിങ് ഫോൺ 3 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോൾ സിമ്മൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ മൾട്ടിപ്പിൾ സിമ്മുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം അങ്ങനെ സെപ്പറേറ്റ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടൊന്നുമല്ല, അത് ആരെ കാര്യം ഇപ്പോൾ ഇത് കണ്ടിട്ട് ആർക്കാലും ഇനി ഇതിപ്പോൾ തെറ്റിദ്ധരിക്കാൻ തന്നെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങൾ S25 അൾട്ര ഈ ഒരു ആമസോൺ ഡീലിൽ ഒരു ഫോൺ നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുത്തോട്ടാ. നല്ലൊരു ഡീൽ തന്നെയാണ്. അതാണ് മെയിൻലി എടുത്ത് പറയേണ്ട സംഭവം. എന്താ പറയുക, ബാറ്ററി ആയാലും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്കൊരു 6 to 7 hours സ്ക്രീൻ ഓൺ ടൈം കാര്യങ്ങളൊക്കെ കിട്ടും. ഡിസ്പ്ലേ സ്ക്രീൻ നമുക്ക് നല്ല ഡിസ്പ്ലേ 6.9 ഇഞ്ചിൻ്റെ സാംസങ്ങിൻ്റെ അൾട്ര ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. നമുക്ക് ആർമർ ടു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, അത് അപ്ഗ്രേഡാണ് S24 അൾട്രയെന്ന്. പിന്നെ എന്നിട്ട് ക്യാമറയും അത്യാവശ്യം മോശം, ഭയങ്കര ഇടിയോട്ട് ക്യാമറ ഒന്നും പറയില്ല. എന്ന് വെച്ചാൽ വിവോ ഒപ്പൊക്കെ എടുത്തുകൊണ്ടോ ഇതൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പും നല്ലത് കിട്ടുന്നുണ്ട്. അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെന്താ വേണ്ടത്, പിന്നെ ചാർജിങ് ഫെസിലിറ്റി നമുക്ക് 45 വാട്ട് തന്നെ ഉള്ളൂ. അത് നമ്മുടെ S26 അൾട്രയിൽ മാത്രമേ ഇപ്പോൾ 65 വാട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിലും S24 അൾട്രയിലും നമുക്ക് 45 വാട്ട് തന്നെ ഉള്ളൂ. വലിയ ഡിഫറൻസും കാര്യമൊന്നുമില്ല. പിന്നെന്താ ഉള്ളത്, പിന്നെ S Pen കിട്ടുന്നുണ്ട്. വലിയ ഡിസ്പ്ലേ ആണ്. പോക്കറ്റിൽ കുറച്ച് പാടുണ്ട് ഈ സാധനം. പിന്നെ ലൈറ്റ് ഈ S25 അൾട്ര ആയാലും നമുക്ക് ആ ഒരു വൈഡനിങ് കുറച്ചിട്ടുണ്ട് അവർ, എന്നാലും നീട്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോക്കറ്റിൽ അത്രയ്ക്കും കൂടെ കംഫർട്ടബിൾ ഒന്നും ആയിരിക്കില്ല. ഓവറോൾ നല്ലൊരു ഡീൽ എന്ന് വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി നിങ്ങൾ ഒരു അൾട്രാ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, വലിയ ഡിസ്പ്ലേ ആയിട്ടുള്ള ഒരു അൾട്രാ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുത്തോട്ടാ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റ് അജന്റോട് ബാങ്ക് സപ്പോർട്ടോട് നിങ്ങൾ കണ്ടിട്ടായിരിക്കും. ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് നോട്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നമ്മുടെ റെഫറൽ ലിങ്കുകളാണ് സെറ്റാറിൻ്റെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വിത്ത് നമ്മുടെ പിൻകോഡ് ചെക്ക് സർവീസബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ചെക്കൗട്ട് ചെയ്ത് നോക്കി നോക്കുക, ജസ്റ്റ് കയറി നോക്കി നോക്കാം കേട്ടോ. വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത കാണാം.